കാശമേലിൽ നിൽക്കുന്നവർക്ക് പൂച്ചേന ഒന്ന് മാതൃകയാക്കാവുന്നതാണ്. റോഡുടെ ഡിസ്റ്റൻസ് ഇതാണ്. ഇപ്പോൾ ഓട്ടോയിലായിട്ടാണ് പല സ്ഥലത്തായിട്ട് കയറി പോണത്. ഇവിടെ എല്ലാം ഇപ്പോൾ ഒരു 425 ഇത് കയറി ആ ഓട്ടോയിലും 300 കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാർച്ച് ഏപ്രിൽ മാസം മത്തൻ കൃഷി ചെയ്യാൻ തീരെ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ചെയ്യേണ്ടി വന്ന ഒരു വെറൈറ്റി വീഡിയോ ആണ്. കഥ പറയാം. 1 ഏക്കർ സ്ഥലത്ത് പച്ചമത്തനാണ് കൃഷി ചെയ്യുന്നത്. ഫുള്ള് വിളവായിട്ടില്ല, ഒരു 1/4 വിളവിൽ എടുക്കുകയാണ്. അതിനൊരു കാരണമുണ്ട്, അത് ഞാൻ പിന്നെ പറയാവേ. ഇത് കണ്ട ചേച്ചി, ഇത് നല്ല ഫുൾ വിളവാണ്. അപ്പം ഇതുവരെ ഉള്ളതൊക്കെ എടുത്തോ. കാലാവസ്ഥ ഉണ്ടായിരുന്നല്ല, 1-2 ദിവസം മഴ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അവരൊക്കെ പറഞ്ഞത് കുറേയൊക്കെ ശരിയാണ് ഇല്ലേ? ഇന്നലെയും പറഞ്ഞ് ഇന്നലെയും പെയ്ത് 2 ദിവസമൊക്കെ പറയാനുണ്ട്. അപ്പം നമുക്ക് സേഫായിട്ടുള്ള നമുക്ക് എടുത്ത് മാറ്റാം. 50 ദിവസം തൊട്ട് എടുക്കാവുന്ന മത്തൻ വിളഞ്ഞ് വരുന്തോറും ഈ ഒരു പരിവാകും. ഈ ഒരു പരിവത്തൊട്ട് നമുക്ക് വിളവെടുക്കാം. ഈ ഏരിയയിലെ ഫുള്ള് ഈ മത്തനാണ് കൃഷി വയ്ക്കുന്നത്. 1 ഏക്കർ സ്ഥലമാണ് കേട്ടോ അത് ഇവിടെ ഫുള്ള് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു 1.5 കിലോ താഴെ വരത്തുള്ളൂ. കണ്ടത് കേട്ടോ. ഈ തടത്തില മത്തൻ നമ്മളെ പറ്റിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും. കേട്ടോ, ഈ തടത്തില കാ കൃത്യമായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ തടത്തേന്ന് കൃത്യമായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. കേട്ടാ, ഓരോ തടത്തിലും ഇത് നമ്മളെ പറ്റിച്ചേട്ടാ, ഇത് നമ്മളെ പറ്റിച്ച് ഇത് നന്നായിട്ട് കാ തന്നിട്ടുണ്ട്. ഇതിനകത്ത് കണ്ടാ 10-12 കായുണ്ട്. അപ്പം അങ്ങനെ ഓരോ തരത്തിലേക്കും കാ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ 4 എണ്ണയുള്ളു, ഇവിടെ 8-9 എണ്ണം. വളങ്ങളിലൊക്കെ വ്യത്യാസമുണ്ട്, അപ്പം കായും വ്യത്യാസം ഉണ്ടാവും, പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മഞ്ഞപ്പുഴ വിളഞ്ഞാണ്. ഇത് നമുക്ക് വീട്ടിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കാം. ഈ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല വില കയറും, അന്നേരം കൊടുത്താൽ മതി. ഇച്ചിരി വില പറഞ്ഞത് മാർക്കറ്റിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി കറക്റ്റ് ചെയ്താൽ മതിയേ. മത്തൻ കൃഷി ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയുന്നത് വെച്ചാൽ വേറെ ഇവിടുത്തെ ആവശ്യത്തിന് മത്തൻ കൃഷി ചെയ്തിട്ടുണ്ട്. നമുക്ക് ആവശ്യം സ്റ്റോക്ക് ചെയ്ത് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്തവണ ഇത് എക്സ്ട്രാ ചെയ്തേണ്ടി വരുമ്പോൾ വില അല്പം കുറഞ്ഞു പോയി എന്നുള്ളതാണ്. കറക്റ്റ് അങ്ങനെ തന്നെ സംഭവിച്ചു. അപ്പോൾ നമുക്കിവിടെ നഷ്ടമാണ് ഈ പടം മൊത്തം. 60,000 രൂപ മുടക്കിയാണ് പൊട്ടുവളരെയാണ് ഫസ്റ്റ് ചെയ്തത്. പൂവും കായും ആ സമയത്ത് കംപ്ലീറ്റ് പോയി. പിന്നെ ആ സമയത്ത് പൊട്ടുവളര് ഇച്ചിരി കൃഷി ചെയ്താൽ കുഴപ്പമൊന്നും, ഞാൻ മഴ വീണ് കഴിഞ്ഞാൽ ഈ സാധനത്തിന് ഡിമാൻഡ് ഉണ്ടായില്ല. പിന്നെ അത്യാവശ്യം സേഫായിട്ടും കാര്യമായിട്ട് തല്ലി മേടിക്കാതെ ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ മത്തനാണ്. അപ്പം വീണ്ടും ഒരു 15,000 രൂപ മുടക്കി നമ്മൾ മത്തൻ ഫുള്ള് കൃഷി ചെയ്ത് ലേബർ മാത്രമേ പ്രധാനമായിട്ടും ചിലവെന്നുള്ളൂ. ആ വളത്തിൽ തന്നെയാണ് ചെയ്തത്. അപ്പോൾ അതെ ഇപ്പം കാലാവസ്ഥ അനുകൂലമായിട്ട് വന്നിട്ട് ഒരു പരിധിവരെ നമുക്ക് മത്തൻ എടുക്കാനായിട്ട് പറ്റി. ഇപ്പോൾ ഇവിടുന്ന് ടോട്ടൽ മത്തൻ ഏകദേശം ഒരു 2000 കിലോയ്ക്ക് മുകളിൽ വരും. പക്ഷേ നമുക്ക് മുടക്കിയ പൈസ ഇച്ചിരി കൂടിപ്പോയി. മറ്റേ 60, 10, 70,000 രൂപയായി. ഇവിടുന്ന് ടോട്ടൽ എല്ലാം കൂടെ പറിച്ചാൽ ഒരു 40,000 രൂപയ്ക്ക് താഴെ മത്തൻ മാത്രമേ വിളവെടുക്കാൻ പറ്റുള്ളൂ. എങ്കിൽ പോലും ഞാൻ ഹാപ്പിയാണ്. 30,000 പോവുള്ളല്ല, മൊത്തം പോയിരുന്നെങ്കിൽ അവസാനം ആലോചിച്ച് നോക്കണം. കൃഷി അങ്ങനെയൊക്കെയാണ്. പോകുന്നുണ്ടെങ്കിൽ മൊത്തം കളയാനിരിക്കരുത്, കുറച്ചെങ്കിലും നമ്മൾ പിടിച്ചിരിക്കണം. അങ്ങനെ പിടിച്ചാൽ പാടത്താണ് നിൽക്കുന്നത് കേട്ടോ. തുടക്കത്തിലുള്ള ലേബറെല്ലാം കഴിഞ്ഞ് മത്തം വിളവെടുത്ത് തുടങ്ങിയാലുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ ഈ 4-5 പേര് നിന്ന് കഴിഞ്ഞാൽ 1-2 പേരുടെ ലേബർ നമുക്കിത് ഈ പൂ വെച്ച് മാനേജ് ചെയ്യാൻ പറ്റും. ഈ പൂവിനാണെങ്കിൽ നല്ല ഡിമാൻഡാണ്. കണ്ടത് ഈ പൂ ഒരു 7 എണ്ണം ഉണ്ടെങ്കിൽ 20 രൂപ വരെ കിട്ടും. ഇത് മറ്റുള്ള സ്റ്റേറ്റിൽ നിന്ന് വരികയില്ല. അപ്പം അങ്ങനെയുള്ള സാധ്യതകൾ മത്തൻ കൃഷിക്കുണ്ട്. അപ്പോൾ തുടക്കത്തിലുള്ള ലേബർ മാത്രം നോക്കിയാൽ മതി. ബാക്കി പൂവൊക്കെ വെച്ച് നമുക്ക് കുറേയൊക്കെ മാനേജ് ചെയ്ത് പോവാം. പൂച്ചയുടെ പ്രത്യേകതയിൽ എത്ര ഉയരത്തിൽ നിന്നാണ് ചാടുന്നതെങ്കിലും വീഴുന്നത് 4 കാലിലായിരിക്കും. അപ്പം ഈ പാടത്ത് എനിക്ക് 4 കാലേ വീഴാൻ പറ്റില്ല, പക്ഷേ 3 കാലിൽ വീഴാൻ പറ്റിയിരിക്കുകയാണ്. എന്നാണ്ടാ റോഡുടെ ഡിസ്റ്റൻസ് ഇതാണ്. ഇപ്പോൾ ഓട്ടോയിലായിട്ടാണ് പല സ്ഥലത്തായിട്ട് കയറി പോണത്. ഇവിടെ എല്ലാം ഇപ്പോൾ ഒരു 425 ഇത് കയറി ആ ഓട്ടോയിലും 300 കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് വന്നവരെ ബൈ പറഞ്ഞേ.